ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി സ്നോ പുഡിംഗ് ആണ്. അപ്പോൾ സ്നോ പുഡിംഗ് ഒക്കെ സാധാരണ ചെയ്യുന്നത് മുട്ട വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ മുട്ടയൊന്നും ഉപയോഗിക്കാതെ വീട്ടിലുണ്ടാക്കിയ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു സ്നോ പുഡിംഗ് ചെയ്തെടുക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. നല്ല പഞ്ഞി പോലുള്ള, അതായത് നമ്മുടെ വായിൽ വെച്ചാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിംഗാണ്. അപ്പോൾ പുഡിങ്ങിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ ഒരു പുഡിങ്ങിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് നല്ല കട്ടിയുള്ള പാലെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാലെടുക്കുക. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിപ്പം സാധാരണ നമ്മൾ ഈ പാലൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് തിളപ്പിക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത കസ്റ്റാർഡ് പൗഡറാണ്. ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് പാലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, ഒരുപാട് തിളച്ച് പോകരുത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഒരുവിധം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി ഇത് നമുക്ക് നേരെ ചൂടായി വന്ന പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും, അടിക്ക് പിടിക്കും. അപ്പോൾ ഈ സമയം വേണമെങ്കിൽ ഒരല്പം ഫ്ലെയിം, നമ്മൾ നേരത്തെ ലോ ഫ്ലെയിം ആയിരുന്നു വെച്ചത്, ഒരല്പം കൂടെ ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അപ്പോൾ ഒരുപാട് കൂട്ടി കൊടുക്കരുത്, എങ്കിൽ പെട്ടെന്ന് ഇത് കുറുകിപ്പോകും, നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ക്രീമി ടേസ്റ്റ് കിട്ടത്തുമില്ല. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്കാളും ഒരല്പം കൂടെ കൂട്ടി വെച്ചിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ മാത്രം, ഇത് ജസ്റ്റ് ഓപ്ഷനിലാണ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യോ ബട്ടറോ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് കുറുകി നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളി മണം വരും ഈ ഒരു സമയം. അപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഇനി ഒരുപാടൊന്നും കുറുക്കി എടുക്കേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്ന സാധാരണ 2 ഗ്ലാസ്സിലാണ്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പോ അല്ലെങ്കിൽ ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അത് ഈ ഗ്ലാസ്സിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ടാണ്. ഇനി ആ ചൂടോട് കൂടി തന്നെ ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് ആ പുഡിങ്ങിൻ്റെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിലുള്ള പാത്രത്തിലാണോ ഈ പുഡിങ് ഒഴിച്ച് വെക്കുന്നത് ആ ഷേപ്പിൽ തന്നെ നമുക്ക് ഈ പുഡിങ് സെറ്റായി കിട്ടും. ഇനി ഒരു 15 മിനിറ്റ് ഇതുപോലെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ അതൊരല്പം ഒന്ന് തണുത്ത് കിട്ടും. എന്നതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോൾ അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രീസറിലോട്ട് മാറ്റാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ 2 ഗ്ലാസും ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളക്കിയെടുക്കാൻ ഒരുപാട് പാടൊന്നുമില്ല. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ട്, അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി സൈഡിൽ നിന്നൊക്കെ പതിയെ ഇങ്ങനെ വിട്ട് വരുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും വിട്ട് വരും. പിന്നെ പതുക്കെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, കാരണം ഇത് അത്രയ്ക്ക് സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ എനിക്ക് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു, അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ പതിയെ മാത്രം ചെയ്താൽ മതി. ഞാനിത് ഗ്ലാസ്സിൽ ഒഴിച്ചതുകൊണ്ട് ആ ഗ്ലാസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ പുഡിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കഴിക്കാം. ഞാൻ ഒരല്പം കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു യെല്ലോ കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഹോം മെയ്ഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് തന്നെയാണ് കേട്ടോ, ഹോം മെയ്ഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തതാണ്. അതും കൂടെ ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ജെല്ലി ബോൾസും
കുറച്ച് പിസ്തയും കൂടെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള സ്നോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ബർത്ത്ഡേ വിഷ് പറയാനുണ്ട്. അപ്പോൾ ബർത്ത്ഡേ വിഷ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ, പിന്നെ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം സ്പെഷ്യൽ ഹായ്. എല്ലാവരുടെയും പേര് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫോട്ടോസ് എല്ലാവരും ഷെയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഫോട്ടോസ് ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയും മെയിൽ വഴിയുമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോസ്, റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് തരാം. ഒരുപാട് പേര് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അതുപോലെ ഫോട്ടോസൊക്കെ അയച്ചു തരിക. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum. Assalamu alaikum.